നിതിൻ, ഈ ഒരു ഷോക്ക് വേവ് നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ആ ഷോക്ക് വേവ് ഈ നിമിഷം വരെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്തത്? കാരണം ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്കെതിരെ കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം മുതൽ, പാലക്കാട് നിലവിൽ MLA ആയിരുന്ന ആള് വടകരയിൽ പോയി മത്സരിക്കുന്ന സാഹചര്യം ജനങ്ങളോട് വിശദമാക്കണമെന്ന് ഞങ്ങൾ അന്ന് മുതൽ ആവശ്യപ്പെട്ടതാണ്. സാധാരണ MLA-മാരായിട്ടുള്ള ആളുകളൊക്കെ മത്സരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ മത്സരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഭൂരിപക്ഷം മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് K. മുരളീധരനെ പോലെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ വിജയിച്ചു നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ, വടകര മണ്ഡലത്തിലേക്ക് പാലക്കാട് MLA ചെന്ന് മത്സരിക്കുന്നു. ആ K. മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നു. ആ തൃശ്ശൂരിൽ നിലവിൽ TN പ്രതാപന് കിട്ടിയതിനേക്കാൾ 86,000 വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു. ആ കുറവ് കോൺഗ്രസിൻ്റെ വോട്ടിൽ ചോർച്ചയുണ്ടായപ്പോഴാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു ലോക്സഭാ അംഗം ഉണ്ടായത്. അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം രൂപപ്പെടുന്നത്. ആ സാഹചര്യം ഈ ഉപതെരഞ്ഞെടുപ്പിലെ പാലക്കാട്ടെ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങളുടെ ഏറ്റവും മുഖ്യമായ ചർച്ചാ വിഷയമാണ്. തുടർന്ന് ഇങ്ങോട്ട് ഈ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന യുവജനങ്ങളായിരുന്ന, കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ മഹിളാ കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒട്ടേറെ ആളുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ അതിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് വിട്ടുവരുന്ന കാഴ്ചയുണ്ടായി. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ എന്നുള്ള നിലയിൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയുമായി ഒരു രാഷ്ട്രീയമായി ശുദ്ധിയില്ലാത്ത ഒരു ബന്ധമുണ്ടാക്കുന്നതിന് തുനിഞ്ഞ കോൺഗ്രസിൻ്റെ നിലപാടുകൾ മുതൽ അതിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി. ഒട്ടേറെ ആളുകൾ കോൺഗ്രസ് വിടുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പുറത്ത് BJPയിലാണെങ്കിൽ ഇപ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ആളുകൾ ഉൾപ്പെടെ BJPയിൽ നിന്ന് പോയി. BJPയുടെ തന്നെ പ്രവർത്തകരായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്കിടയിൽ വലിയ അമർഷമുണ്ടായി. BJPയുടെ യോഗങ്ങളിൽ പോലും പാലക്കാട്ട് നഗരത്തിലെ കൗൺസിലർമാർ പോലും പങ്കെടുക്കാത്ത സ്ഥിതിയുണ്ടായി. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അതോടൊപ്പം കേരളത്തോട് രാഷ്ട്രീയമായി വിവേചനം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ചയായോ? തീർച്ചയായും വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായി എന്ന് മാത്രമല്ല, കേരള സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പൊതുവിൽ നടക്കുമ്പോൾ കഴിഞ്ഞ 13 വർഷമായി പാലക്കാട്ടെ MLA ആയിരുന്ന ആളിന്റെ കുറവുകൾ കൊണ്ട് പാലക്കാടിന് നഷ്ടപ്പെട്ട വികസനത്തിന്റെ സാധ്യതയും വലിയ രൂപത്തിലുള്ള ചർച്ചയായി. പാലക്കാട് നഗരസഭാ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP വികസനത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ജനങ്ങളോടുള്ള കടുത്ത അനീതി, പാലക്കാട് ടൗൺ ഹാള്, മോയൻ സ്കൂള്, അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, നഗരത്തിലെ റോഡുകൾ തുടങ്ങിയ ഇവർ ജനങ്ങളോട് കാണിക്കുന്ന കടുത്ത അനീതിയും വലിയ ചർച്ചയായിരുന്നു. അതോടൊപ്പം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ വിവേചനം. ഇപ്പൊ ഏറ്റവും ഒടുവിലായി മുണ്ടക്കയിലെ, വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരായ മനുഷ്യർക്ക് സഹായം നൽകാതിരിക്കുന്ന കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നിലപാടും, ആ രാഷ്ട്രീയ നിലപാടിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചെറിയ സഹായമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പാലക്കാട്ടെ ഈ കേരളത്തിലെ UDFന്റെ 10-18 MPമാർ നിൽക്കുന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രധാനപ്പെട്ട ചർച്ചയാണ്. ആ ചർച്ച തന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ. തീർച്ചയായും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ, കോന്നിയിൽ, അങ്ങനെ കേരളത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾ.